10 ദിവസക്കാലത്തെ ആവേശത്തിന്റെ 3-ാം അധ്യായമാണ് ഇന്ന്. 3-ാം ഓണം അഥവാ അവിട്ടം ദിനം. സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അവിട്ടം ദിനാശംസകൾ നേർന്നുകൊണ്ട് ഫൺ ഫാലിമിയുടെ ഇന്നത്തെ മറ്റൊരു രസകരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓണപ്പൂക്കളങ്ങൾ വലുതാകുന്ന ഈ ഒരു ദിവസത്തിൽ സ്നേഹവും സൗഹൃദവും ഒന്നിക്കുമ്പോൾ അതൊരു ആഘോഷമായി മാറുന്നു. ഇന്നത്തെ എപ്പിസോഡ് ആഘോഷിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം പനങ്ങാടുള്ള ശ്രീകുമാരേട്ടൻ്റെ വീട്ടിലാണ്. അവരവിടെ പൂക്കളൊക്കെ ഒരുക്കിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങാം. ലെറ്റ്സ് ഗോ. ചേട്ടാ, അപ്പൊ ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു വെരി മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീകുമാരേട്ട ഓണമൊക്കെ? മക്കള് രണ്ടുപേരും പുറത്താണ്, അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. പക്ഷെ എന്നാലും എല്ലാ വർഷവും ഫ്രണ്ട്സായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഓണം അടിച്ചു പിടിക്കാറ്. അത് ശരി, ഇവിടെയാണ് എല്ലാവരും ഹബ്ബ്. എല്ലാരും ഇങ്ങോട്ട് വരും. അത് ശരി, തലേ ദിവസം തന്നെ വന്ന് നിൽക്കുക? അത് അന്ന് രാവിലെയാണ്? അന്ന് രാവിലെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒരു ദിവസം മിസ്സായിപ്പോ. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാറുണ്ട് ഓണം. ശരി, അപ്പൊ ശ്രീകുമാരേട്ടന്റെ പേര് മാത്രം എനിക്ക് പരിചയമില്ല. എന്താ ചേട്ടൻ ചെയ്യുന്ന വർക്ക്? ചെയ്യാൻ പൊളോണിക്ക എന്നൊരു ബ്രാൻഡില് ബ്യൂട്ടി സലൂൺ നടത്തുകയാണ്. അത് ശരി. 34 years ആയി. എവിടെ സ്ഥലം? കടവന്ത്ര മനോരമ ജംഗ്ഷൻ. മനോരമ ജംഗ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ കടവന്ത്ര ജംഗ്ഷനിലുണ്ട്. ലേഡീസിന്റെ ഉണ്ട്, ജെന്റ്സിന്റെ ഉണ്ട്. ലേഡീസിന്റെ വൈഫാ നോക്കുന്നത്. അത് ശരി. ഓക്കെ, ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് പ്രിയ ശ്രീകുമാർ. ഇവിടെ തന്നെയാണ്, എറണാകുളം തന്നെയാണോ ബേസ്? ട്രിവാൻഡ്രം. ഓക്കേ, രണ്ടുപേരും അവിടുത്തെ. രണ്ടുപേരും അവിടെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയി വന്നത്? ഞാൻ ചെറിയ ഇവിടെ വന്നിട്ടാണ് ഈ വർക്കൊക്കെ പഠിക്കുന്നത്, ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ 1991 ഇവിടെ കൊളോണിക്ക പേരിൽ ബ്രാൻഡിൽ ഞാൻ കൊളോണിക്ക സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ സെറ്റിലായി. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം ചേട്ടാ, ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഈ വീട് കണ്ടപ്പോൾ നമ്മുടെ പഴയ ഒരു തറവാടിന്റെ ഒക്കെ ഒരു ആംബിയൻസ് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ആക്ച്വലി അവരും അവരുടെ മക്കളൊക്കെ ഇവിടെ ഒത്തുകൂടുമ്പോൾ അതൊരു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. അതാണ് എന്റെ ഈ വീട് വെച്ചത്. ഇങ്ങനെ ഒരു വീടും ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ ഇതുപോലൊരു വീട് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. അകത്തോട്ട് പോകാം. ചേട്ടാ, നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ പുറകിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു നടുമുറ്റം. അതിന്റെ മുകളിൽ ഓപ്പൺ ആണ്. അപ്പൊ മഴ പെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിനകത്തോട്ട് വെള്ളം വരും. നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു ഫീൽ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഹാറ്റ്സ് ഓഫ്. എല്ലാവരും പുതിയ പുതിയ ടെക്നോളജി തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ പഴമ നിലനിർത്താൻ, ആ ഒരു ട്രഡീഷൻ നിലനിർത്താൻ വേണ്ടി ചേട്ടൻ കാണിക്കുന്ന എഫേർട്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പോട്ടെ, അപ്പൊ നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കട്ടെ. ഞാൻ ചേട്ടാ, ഞങ്ങൾ ഇവിടെ വരുന്നത് ചേട്ടൻ അറിയാം, ചേച്ചിക്ക് അറിയായിരുന്നോ? ചേച്ചിക്ക് അറിയാം. ഞാനൊരു സർപ്രൈസ് ആയിട്ട് വെച്ചപ്പോ ഇവൻ ഏതാന്ന് വിചാരിച്ചിരിക്കുകയല്ലേ. എന്താണെന്ന് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓ, എന്തിനാണ് വന്നത് എന്നറിയില്ല. ഒരു പണി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കേ ചേട്ടാ, നമുക്ക് അങ്ങ് പൊട്ടിച്ചാലോ സർപ്രൈസ്? തീർച്ചയായിട്ടും. എന്താ കൊടുക്കുക? നല്ല 8 ഓണമല്ലേ, ഓണത്തല്ല ഇവിടെ ഇന്ന് വീട്ടിൽ എനിക്ക് കാണണം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് അടി ഉണ്ടാവണം. എന്ത് പണി? എനിക്ക് ഏറ്റവും ഇഷ്ടം അടപ്രഥമനാ. ഈ അടപ്രഥമൻ ഞാൻ എപ്പോഴും ഉണ്ടാക്കാൻ പറയുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പുള്ളിക്കാരത്തി പുറയിലേക്ക് പോകും. അപ്പൊ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു പണി കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ചിട്ട് ചേച്ചി അത് പറ്റില്ല എന്ന് പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ല. ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കഴിക്കുന്ന പ്രഥമല്ല അടപ്രഥമനെ കഴിക്കത്തുള്ളൂ. അതാണ് ഇഷ്ടം. പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല? സമയം എടുക്കും. അത് ശരി. പക്ഷെ ഇങ്ങനെ ഒരു പണിയാണെന്നുള്ളത് വലിയൊരു പണി. ഞാൻ വിചാരിച്ചു മധുരം അധികം കഴിക്കണ്ട ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചി റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന്. ഇല്ല, മധുരം അധികം കഴിക്കാറില്ല. എന്നാലും എനിക്ക് പായസം എന്ന് പറയുമ്പോൾ അടപ്രഥമനോടാണ് ചെറിയ പ്രായം മുതൽ ഞാൻ അതിനോടാണ് താല്പര്യം. മറ്റുള്ള പായസം കഴിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്തോളൂ, ഈ ഒരു കസേരയിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ചേച്ചിയും കൂടെ നല്ലൊരു അടപ്രഥമനുമായിട്ട് വരാം. താങ്ക് യു. ചേച്ചി എങ്ങോട്ടാ നമുക്ക് പോണ്ടേ? അടുക്കള. ഇപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാം. ഓക്കെ, അടപ്രഥമൻ ഉണ്ടാക്കാം. അത് ശ്രീചേട്ടന് ഇഷ്ടമുള്ള ഒരു പായസം ആയതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അവർക്കും ഈ അടപ്രഥമൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചാൽ ഞാൻ അത് കുറച്ച് അതിന്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഈ വൈകിട്ട് കിട്ടാൻ പോകുന്ന പായസത്തിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ ഞങ്ങൾ വിളിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ചേട്ടന്റെ ഒരു അവസ്ഥ സാരമില്ല, ഞങ്ങൾക്ക് എന്തായാലും സന്തോഷമായി. കാരണം ആ ഉണ്ടാക്കുന്ന പായസത്തിൽ ഞങ്ങൾക്കും കിട്ടി. ഓണമൊക്കെ അല്ലേ, നല്ല അടിപൊളി അടപ്രഥമൻ കഴിക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് ചേച്ചി അതിന്റെ ഇൻഗ്രീഡിയൻസ്? അത് അട, പിന്നെ നമ്മളെ സാധാരണ നെയ്യ്, ശർക്കര, തേങ്ങാപ്പാല്, ഏലക്ക, പിന്നെ കശുവണ്ടി, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി കുറച്ചും കൂടെ കാര്യങ്ങൾ. എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എവിടെയൊക്കെയാണുള്ളത്? പാത്രം എടുക്കാം.
ആദ്യം നമുക്ക് നെയ്യ് ഒഴിക്കാം. ഏത് ഫുഡാണെങ്കിലും നെയ്യ് അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോകും. ഇതെന്താണ്? ഇതാണ് അട. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണെന്നല്ലേ? ഇത് ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫസ്റ്റ് നമ്മളതൊന്ന് വേവിച്ചിട്ട്, അതായത് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കണം. ഇനി അത് നമുക്ക് ശർക്കര കഴിക്കാം. ഈ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ഓൾറെഡി ഞാൻ എപ്പോഴും ഈ ശർക്കര കുറച്ച് എപ്പോഴും ഉരുക്കി വയ്ക്കും. എന്താണെന്നറിയാമോ? നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തിനും വേഗം ഈ ശർക്കര ഈ പാനിയൊക്കെ ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? കുറച്ചും കൂടി ഡാർക്ക് കളർ. ശ്രീചേട്ടൻ എവിടുന്ന് ഈ കരിമ്പിൻ ശർക്കര എന്ന് പറഞ്ഞിട്ട് മായം ഒന്നും ചേരാത്ത നല്ല ഒരു ശർക്കരയാണ് ഇത് പൗഡറായിട്ടാണ് അവർ തരുന്നത്. എങ്ങനെയായിരുന്നു ചേച്ചിയുടെ കുട്ടിക്കാലത്തുള്ള ഓണത്തിന്റെ ഓർമ്മകളും? തറവാട്ടിലായിരുന്നു? എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നോ? കൂട്ടുകുടുംബമായിരുന്നോ? കൂട്ടുകുടുംബം. ഞങ്ങളുടെ അമ്മയുടെ തറവാട് ശ്രീചേട്ടൻ്റെ അച്ഛൻ്റെ തറവാട് ഒന്നാം. എൻ്റെ നിങ്ങൾ മുറപ്പെണ്ണാണോ? അത് ശരി. ഓക്കെ. സോ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ്? അറേഞ്ച് മാരേജ് ആണ്. ഓക്കെ. അതൊരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. കാരണം കുട്ടിക്കാലം തൊട്ടേ കണ്ടു വളർന്ന്. പിന്നെ പുള്ളിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. കല്യാണം വന്നത് നേരിട്ടൊന്നല്ല, വേറൊരു ആൾക്ക് വേണ്ടിയിട്ട് ആലോചിച്ച രീതിയിലാണ് വന്നത്. അതായത് ശ്രീചേട്ടൻ്റെ പെങ്ങളെ അമ്മായി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്, ശ്രീചേട്ടൻ്റെ ജാതകം കൊടുത്തിട്ട് ജാതകം കൊടുത്തിട്ട് പറഞ്ഞു, പ്രിയയുടെ ജാതകമായിട്ട് ഒന്ന് പൊരുത്തം നോക്കണം, പക്ഷെ ഇത് എൻ്റെ ആണെന്ന് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കള്ളത്തരം ശ്രീചേട്ടൻ കാണിച്ചു. അത് എന്തിനാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാം പാല്. മൂന്നാം പാല് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് ഞങ്ങൾ ചൗരി ചേർക്കും. അതും കൂടെ അതായത് പായസത്തിന് ഇത്തിരി കൊഴുപ്പുണ്ടാവാനും എല്ലാത്തിനും ഈ ചൗരി നല്ലതാണ്. അത് മൂന്നാം പാല്. ഇതൊന്ന് ഈ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ണ് തെറ്റിയ സാധനം കയ്യിൽ നിന്ന് പോകും. നമുക്കിനി ഇതിൽ രണ്ടാം പാലൊഴിക്കാം. ചെയ്തേക്കുന്നത് ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് ശർക്കര പാനി ഒഴിച്ചു, പിന്നെ അടയിട്ടിട്ട് അതിനകത്ത് ചവ്വരി ചേർത്തിട്ട് മൂന്നാം പാൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് അത് തിളച്ചു വന്നപ്പോ രണ്ടാം പാലായി. ഇനി എപ്പോഴാണ് ഒന്നാം പാല്? ഇനി ഇത് കുറച്ച് ഇതായി വരും. നമ്മളിപ്പോ ഇത് കഴിയുമ്പോൾ ഇച്ചിരി ഏലക്കാപ്പൊടി ഇടുക. പിന്നെ തേങ്ങാ കൊത്ത്. പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ പണ്ട് ഓരോ ഓണക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണക്കളി ഞങ്ങൾക്ക് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ വീട്ടിൽ എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് ഊഞ്ഞാലിട്ട്. ഊഞ്ഞാലിട്ടെന്ന് വെച്ചാൽ വലിയ ഊഞ്ഞാല. മൂത്താങ്ങൾ പറയും നമുക്ക് ഊഞ്ഞാലിട്ട് കൊടുത്താൽ പോലെ വെച്ചാൽ ഫുൾ ടൈം അവളെ ഊഞ്ഞാലിൽ ആട്ടിക്കൊണ്ടിരിക്കണം. എനിക്ക് അങ്ങനെ ഞാൻ ഊഞ്ഞാലിൽ നിന്ന് മാറത്തില്ല, വേറെ ആർക്കും കൊടുക്കൂല. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും ശ്രീചേട്ട ഊഞ്ഞാലെന്ന് എനിക്ക് കിട്ടുന്നത്. അതിനാ പറയുന്നത് ഇപ്പൊ ഈ സാധനമല്ലേ, നീ പണ്ട് എപ്പോഴും ഊഞ്ഞാലിന്റെ കാര്യം പറയില്ല, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് ഇതിൽ അടിക്കുമെന്ന് പറയും. പക്ഷെ ചേട്ടന് ഓർമ്മയുണ്ട്. അപ്പൊ നമുക്കിതില്ലേ ഏലക്ക ഇടാം. ഏലക്കയുടെ മണം വന്നു തുടങ്ങി. ഇനി അടുത്ത് നമുക്ക് ഒന്നാം പാലൊഴിക്കാം.
ഇതായി കഴിഞ്ഞാൽ നമുക്ക് പായസം ready. അല്ല തേങ്ങ കൊത്തി. തേങ്ങ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് തേങ്ങ വറുത്ത് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമുക്കിതിൽ ഇത് വറുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ അണയിൽ കശുവണ്ടി രണ്ടാമത് പൊരിക്കാം. ഇതിൽ നമുക്ക് ഇടാം കശുവണ്ടി. ഇതാദ്യം ഇടാം. അപ്പോൾ നമുക്കിത് അതിനകത്തേക്ക് ഇടാം. ഈ സാധനം അപ്പം നമ്മുടെ പായസ പരിപാടി സമാപിക്കുന്നു. ഇതുവരെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന സൂര്യ കോമഡിക്കും അമീനും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നെ. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി. നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. ചേച്ചി കാണാൻ പറ്റണ്ട? മണം വരുന്നില്ലേ? നല്ല മണമുണ്ട്. നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ചേട്ടനെ കൊണ്ടുപോകാം. ഓക്കെ ഓക്കെ. അയ്യോ ചേട്ടാ, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല, ഞാൻ മൊബൈലിലൊക്കെ ഇങ്ങനെ നോക്കി സമയമൊക്കെ ചെലവഴിച്ച് ചേട്ടന് വേണ്ടി ചേച്ചി ഇതേ നല്ല അടിപൊളി അടപ്രഥമൻ അല്ലേ? അടപ്രഥമൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുന്നതോടൊപ്പം എനിക്ക് വേറെ 2 കാര്യങ്ങൾ ഇവിടെ അറിയാനുണ്ട്. എന്നെ 2 കാര്യങ്ങൾക്ക് കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടാണ് ചേച്ചി അവിടുന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അതൊരു തീരുമാനം ഇന്ന് ഇവിടെ അറിയണം. അത് ഞാൻ ചോദിക്കും. അതിന് മുമ്പ് ഇത് രുചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ചേട്ടൻ ഒന്ന് സോപ്പ് ഇട്ടിട്ട് വേണം ആ കാര്യം ചോദിക്കാനെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ടേസ്റ്റ് ചെയ്തോ. ഗംഭീരം. കാരണം നന്നായിട്ട് കുക്ക് ചെയ്യും. പായസം മാത്രമല്ല, എല്ലാ ഫുഡും നന്നായിട്ടുണ്ടാകും. ഇത് പറയിപ്പിച്ചത് എന്തിലാണോ? നേരത്തെ കുശു 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 എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയാറില്ല. ഞങ്ങൾ ഭക്ഷണത്തിന്റെ കേസില് ചിലപ്പോഴൊക്കെ വഴക്കാറുണ്ട്. ഈ ഉപ്പ് ശാലം കൂടിയ പ്രശ്നം, എരിവ് കൂടിയ പ്രശ്നം, അങ്ങനെ ചിലപ്പോൾ അബദ്ധങ്ങൾ വരുമ്പോൾ ഞാൻ ചേട്ടൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയേക്കണ പരാതി. അതിലേക്ക് ഞാൻ വരാം. ചേട്ടാ സത്യം പറ, ചേട്ടന് പണ്ട് തൊട്ടേ വർഷങ്ങൾ മുൻപ് തൊട്ടേ ചേച്ചിയോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ? കുട്ടിക്കാലം തൊട്ട് ഇഷ്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രകടിപ്പിച്ചിരുന്നില്ല. എന്ത് പറ്റി? എന്തിനാണ് അടക്കി പിടിച്ചത്? എന്റെ അടുത്ത് പറഞ്ഞു എന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ മോഹം കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? അത് ന്യായമായ ഒരു കാര്യം. അതാ ഞാൻ പറഞ്ഞത്, ജാതക പൊരുത്തം നോക്കിയത് പോലും അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ചേച്ചി പാവം കുട്ടിക്കാലം തൊട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുറ്റത്തൊരു ഊഞ്ഞാല്. ഇത്ര കല്യാണം കഴിഞ്ഞ് 30 വർഷമായിട്ട് ചേട്ടൻ ഒരു ഊഞ്ഞാല് കെട്ടിക്കൊടുത്തില്ല എന്നുള്ളതാണ് അടുത്ത പരാതി. ആ ഊഞ്ഞാല് ഞാൻ വീട്ടിനകത്താക്കി. ആട്ടാനായിട്ടുള്ള സമയത്തിന്റെ ഒരു വിഷയമുണ്ട്. അപ്പൊ ആട്ടണമെന്ന് പറയുമ്പോ ആട്ടി കൊടുക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല ഇച്ചിരി കൂടുതൽ വേണം തോന്നുന്നു. ആക്ച്വലി കുറവാണ് മധുരം, പക്ഷെ അതിന്റെ ടേസ്റ്റ് നല്ല രീതിയിൽ. ഓക്കെ നൈസ്. എന്തായാലും നമ്മുടെ അടപ്രഥമൻ അടിപൊളിയാണ്. കുറച്ചൊരു മധുരം കുറഞ്ഞതേ ഉള്ളൂ. അത് ചേച്ചി മധുരം കുറച്ചിട്ടതാണ്. നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാട്ടോ. നല്ല അടിപൊളി പായസം. അടുത്ത ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോ ചേച്ചിയുടെ ടാസ്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ നേരെ പോകുന്നത് ചേട്ടന്റെ ഗെയിം സെഗ്മെന്റിലേക്ക്. പേടിയുണ്ടാ? പേടി പിന്നെ അല്ല. കുട്ടിക്കാലത്ത് എന്തോരം ഓണത്തല്ലും ഓണ ഗെയിം ഒക്കെ വാങ്ങിച്ച് ജയിച്ച ആളാ ഞാൻ. ചേട്ടാ, നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എന്താന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടോ?
ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പണ്ട് നമ്മൾ ഓണത്തിന് സമയത്തൊക്കെ സുന്ദരിക്ക് ഒരു പൊട്ടുതൊടൽ എന്ന് പറയുന്ന ഒരു ഗെയിം കളിച്ചായിരുന്നു ഓർമ്മ. ഇതിവിടെ സുന്ദരിക്ക് പൊട്ട് മാത്രമല്ല, 2 കണ്ണു കൊടുക്കണം, മൂക്ക് കൊടുക്കണം, ചുണ്ടും 2 ചെവിയും കൊടുക്കണം. മൊത്തത്തിൽ ഒരു സുന്ദരിയായിട്ട് ഒരു വട്ടത്തെ സുന്ദരിയായിട്ട് മാറ്റണം. അതാണ് ടാസ്ക്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുഖത്തിന്റെ ഷേപ്പ്, ഈ മഞ്ഞ കളറിലുള്ളത്. ഓക്കെ, താഴത്ത് ഇവിടെ ചുണ്ടുണ്ട്, 2 കണ്ണുണ്ട്, മൂക്കുണ്ട്, 2 ചെവിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്തിന്റെ ഒരു ഷേപ്പ് അറിയാലോ. ഈ ഒരു വട്ടത്തിന് 2 ചെവി വെക്കണം, 2 കണ്ണ് വെക്കണം, മൂക്കും ചുണ്ടൊക്കെ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കണം. 1 മിനിറ്റിനകത്ത് ചേട്ടൻ എത്ര ഭംഗിയായിട്ട് ഈ ഒരു മുഖം ഉണ്ടാക്കുമോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സമ്മാനം. എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് അറിയാലോ. ഏറ്റെടുക്കല്ലേ ധൈര്യത്തോടു കൂടി? തീർച്ചയായിട്ടും. ഓക്കെ, സോ ചേട്ടൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിന്റെ ബാക്കിലേക്ക് നിൽക്കുക, ഫ്രണ്ടിൽ കാണരുത്. എന്നിട്ട് ഞാൻ ഇവിടെ ഇതൊക്കെ ഷഫിൾ ചെയ്ത് വെക്കും. അതൊക്കെ എടുത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. 2 കണ്ണ് മൂക്കിന്റെ സ്ഥലത്ത് കണ്ണും ചുണ്ടിന്റെ സ്ഥലത്ത് വായ ഇതും വരരുത്. ഓക്കെ ചേട്ടാ. സോ എന്തായാലും ചേട്ടൻ ബാക്കിലേക്ക് നിന്നോളൂ. ചേട്ടൻ ഓരോന്ന് എവിടെ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ മൊത്തം ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ സുന്ദരിയെ ഉണ്ടാക്കിയിട്ട് അടങ്ങൂ. അതല്ലേ വൈബ്? മാക്സിമം ഞാൻ ശ്രമിക്കും. ഓക്കെ ചേട്ടാ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സെക്കൻഡായി. 30 സെക്കൻഡായിട്ട് സമയം പോകുന്നുണ്ടേ. 2 കൈയും യൂസ് ചെയ്ത് പട്ടപ്പട്ടേന്ന് ചെയ്യാം. 41 സെക്കൻഡ്. 50 സെക്കൻഡായി. 10 സെക്കൻഡ് കൂടെ, വേഗം ആയിക്കോട്ടെ. ഓക്കെ, 1 മിനിറ്റ്. ടൈം അപ്പ്. ചേട്ടനൊന്നിങ്ങ് വന്നേ. ചേട്ടനൊന്ന് കാണു ചേട്ടന്റെ സുന്ദരിയെ. കണ്ണിനകത്തോടൊക്കെ മൂക്ക് മുളച്ചു വന്നേക്കുന്നത്. എന്താണ് എന്ന് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ചെവി ഒരു ഇത് ഓക്കെ. ചെവി ഒരു ഇത് ഓക്കെ. ഈ ചെവി ഓക്കെ. ആ ചെവി കുറച്ച് കയറി. കണ്ണും ഓക്കെ. ആദ്യത്തെ കണ്ണും മൂക്കും, കണ്ണിന്റെ മുകളിൽ തന്നെ മൂക്ക് വന്നു പോയി. സാറിന് ടെൻഷൻ അടിക്കണ്ട. ചേട്ടൻ അല്ലെങ്കിൽ ഇത് വിജയിച്ച് തെളിയിക്കുന്നു പറഞ്ഞിട്ട് വന്നതല്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പഴയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി വന്നതാണ്. അത്രേ ഉള്ളൂ. ചേട്ടാ സൂപ്പർ, അടിപൊളിയായിട്ട് ചേട്ടൻ ആ ഒരു സ്പിരിറ്റോട് കൂടി ഗെയിം ഏറ്റെടുത്തു. ഒന്നും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. നമ്മുടെ ഓക്കെ, എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. വേറെയും ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടേ? അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ചേച്ചിയെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു സുന്ദരിയെ മാറ്റിയിട്ട് കുറെ ഗിഫ്റ്റ്സ്, സുന്ദര കുട്ടപ്പന്മാരെ ഞങ്ങൾ കൊണ്ടുവരാം. ചേച്ചി, ഒരു സുന്ദരിയെ കണ്ടോ? വീടിന്റെ ബാക്കിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇഷ്ടമായോ സുന്ദരീനെ? ഏത് അർത്ഥത്തിലാണ് ചേച്ചിക്ക് അത്? ഭർത്താവിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. എന്താണ് സപ്പോർട്ട് ചെയ്തിരിക്കും. അതേപോലെ തന്നെയാണ് തിരിച്ചും. ആ ഒരു ഏതായാലും വർഷങ്ങളോളം ഈ ഒരു സ്നേഹവും സന്തോഷവും നിലനിൽക്കട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും രണ്ടുപേർക്കും. ഓക്കെ, കുട്ടിക്കാലം തൊട്ട് കാണുന്നവരാണ്. 30 കഴിഞ്ഞു. പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോ പേര് ചോദിക്കാൻ ഞാൻ വിട്ടു. മൂത്ത ആള് ഗോകുൽ സുരേഷ്, രണ്ടാമത്തെ ആള് ഗോവിന്ദ് സുരേഷ്. ഓക്കെ. അമ്മയുടെ കൈപുണ്യം, വീടിന്റെ സ്നേഹം, കേരളത്തിന്റെ ഓർമ്മ. കൊല്ലത്തിന്റെ സ്വന്തം സ്പൈസ് ട്രൈബ് നൽകുന്ന നല്ലൊരു സമ്മാനം. സ്പൈസ് ട്രൈബ്, കേരളാസ് ഹോം മെയ്ഡ് പിക്കിൾ. അലങ്കൃത ഹെർബൽസിന്റെ 3 മാസം യൂസ് ചെയ്യാനുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ്. കാർ മാർക്കിന്റെ കുടംപുളി ലേഹ്യം, വയറും വണ്ണവും കുറയുന്നതിനും വയറ് ചുരുങ്ങുന്നതിനുമുള്ള ഉത്തമ സഹായി. ആരംഭിക്കൂ ഓരോ പ്രഭാതവും നൈലിനോടൊപ്പം. നൈൽ ഫുഡ് പ്രൊഡക്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. 3 ഫ്ലേവേഴ്സ് 1 ട്രസ്റ്റ്. ഇനിയെല്ലാം വെട്ടിത്തിളങ്ങും ഗ്രിനോറ ഡിഷ് വാഷിനോടൊപ്പം. ഗ്രിനോറ ഡിഷ് വാഷ് നൽകുന്ന നല്ലൊരു സമ്മാനം. ഓക്ക് ലീവ്സ് പ്രീമിയം ഫുഡ് പ്രൊഡക്ട്സ് പട്ടാമ്പി നൽകുന്ന മറ്റൊരു സമ്മാനം. പാരമ്പര്യത്തിന്റെ നിറവിൽ അസൽ ക്രിസ്പി ആൻഡ് ക്രഞ്ചി SRM ചിപ്സ് ആൻഡ് ഉപ്പേരി ഫോർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. കാർത്തിക ചിപ്സ് ആൻഡ് കേക്ക്സ് നൽകുന്ന നല്ലൊരു അടിപൊളി ഓണ സമ്മാനം.
ഓക്കെ, എന്തായാലും ഹാപ്പി അല്ലേ ചേട്ടാ? ഹാപ്പിയാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു അവിട്ടം ദിനത്തിൽ ഈ ഒരു ഓണം ഇവിടെ വീട്ടിൽ വന്ന് ആഘോഷിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. നല്ലൊരു അടിപൊളി പായസവും ചേച്ചി നമുക്ക് തന്നു. താങ്ക് യു. എന്തായാലും ഒരുപാട് വർഷം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഓണങ്ങൾ ഇനി വരും. ഓണങ്ങളിൽ മക്കളോടൊപ്പം പേരക്കുട്ടികളോടൊപ്പം ഈ ഒരു വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ അവിട്ടം സ്പെഷ്യൽ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാലിമി. ബൈ.